നവരാത്രിയുടെ 5-ാം ദിവസം ആരാധിക്കുന്ന ദേവിയാണ് സ്കന്ദമാതാവ്. സ്കന്ദമാത എന്നതിൻ്റെ അർത്ഥം സ്കന്ദൻ്റെ അമ്മ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ദേവനായ കാർത്തികേയൻ്റെ അമ്മ എന്നാണ്. അസുരന്മാരുമായി യുദ്ധം ചെയ്യുന്ന ദേവന്മാരുടെ സൈന്യത്തിൻ്റെ മേധാവിയായി കാർത്തികേയൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ദേവിയുടെ രൂപം. മാ സ്കന്ദമാതാ ദേവിക്ക് 4 കൈകളുണ്ട്. ദേവി 2 കൈകളിൽ താമരപ്പൂക്കൾ വഹിക്കുന്നു. ദേവി തൻ്റെ ദിവ്യപുത്രനായ കാർത്തികേയനെ ഒരു കൈകൊണ്ട് പിന്തുണയ്ക്കുന്നു. 4-മത്തെ കൈ ദേവിയുടെ ഭക്തരുടെ ആഗ്രഹങ്ങൾക്കായി നിലകൊള്ളുന്നു. ദേവിക്ക് 3 കണ്ണുകളുണ്ട്. ദേവിയുടെ 6 മുഖമുള്ള മകൻ കാർത്തികേയനെ ദേവി ഒരു കൈകൊണ്ട് പിടിച്ചിരിക്കുന്നു. താമരയിൽ ആണ് ദേവി ഇരിക്കുന്നത്. അതിനാൽ പത്മാസന എന്നും അറിയപ്പെടുന്നു. സ്കന്ദമാതാവ് എന്താണ് പ്രതിനിധീകരിക്കുന്നത്? മാ സ്കന്ദമാതാ ദേവിക്ക് തൻ്റെ ദിവ്യപുത്രനെ വഹിക്കുന്നതിനാൽ ദയയും ആനന്ദവും നിറഞ്ഞ മുഖമുണ്ട്. അമ്മയുടെ സ്നേഹത്തിൻ്റെ കരുത്തിലാണ് ദേവിയുടെ ശക്തി. തൻ്റെ ഭക്തരെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗ്രഹിക്കുന്നു. ദേവി തൻ്റെ മകനോട് കാണിക്കുന്ന മാതൃസ്നേഹത്തിന് തുല്യമായ വാത്സല്യം ഭക്തരിൽ വർഷിക്കുന്നു. ശുദ്ധവും സമർപ്പിതവുമായ ഹൃദയത്തോടെ മാ സ്കന്ദമാതാ ദേവിയെ പ്രാർത്ഥിക്കുന്ന ഭക്തർ ജ്ഞാനം, സമ്പത്ത്, ശക്തി, ഐശ്വര്യം, മോക്ഷം എന്നിവയാൽ അനുഗ്രഹിക്കപ്പെടുന്നു. ദേവി എങ്ങനെയാണ് സ്കന്ദമാതാവായെന്നതിന് പിന്നിലെ ഐതിഹ്യം. സ്വർഗത്തിലെ ദേവന്മാരെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന താരകാസുരൻ എന്നൊരു മഹാനായ അസുരൻ പണ്ട് ഉണ്ടായിരുന്നു. കഠിനമായ തപസ്സനുഷ്ഠിച്ച് സ്രഷ്ടാവായ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ശിവപുത്രനല്ലാതെ മറ്റാരാലും കൊല്ലപ്പെടാത്ത വരം അസുരൻ നേടിയെടുത്തു. ഈ സമയത്ത് തൻ്റെ ആദ്യ ഭാര്യ സതി സ്വയം തീ കൊളുത്തിയതിനെ തുടർന്ന് ശിവൻ ദുഃഖത്തിലായിരുന്നു. അദ്ദേഹം ഒരു യോഗിയായി തീർന്നു. കഠിനമായ തപസ്സുകൾ ചെയ്തും ധ്യാനത്തിൽ മുഴുകിയും മലമുകളിലേക്ക് യാത്ര ആരംഭിച്ചു. പരമശിവൻ ഇനി ഗൃഹനാഥൻ്റെ വേഷം സ്വീകരിക്കില്ലെന്ന് മനസ്സിലായതിനാൽ ഈ വരം താരകാസുരനെ അജയ്യനാക്കി. അതിനാൽ അവൻ ദേവന്മാരെ നിർഭയമായി ആക്രമിച്ചു. അത് സ്വർഗത്തിൽ വളരെയധികം നാശമുണ്ടാക്കി. എന്നിരുന്നാലും തൻ്റെ അഗാധമായ ഭക്തിയോടും അചഞ്ചലമായ തപസ്സിനോടും കൂടി പാർവതി ശിവനെ പ്രീതിപ്പെടുത്തുകയും തൻ്റെ സന്യാസത്തിൽ നിന്ന് പുറത്തുവരാൻ ശിവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് അവർ പരസ്പരം വിവാഹം കഴിക്കുകയും കാർത്തികേയൻ ജനിക്കുകയും ചെയ്തു. അസുരന്മാരുമായി യുദ്ധം ചെയ്യുകയും താരകാസുരനെ വധിക്കുകയും ചെയ്ത ദേവസൈന്യത്തിൻ്റെ അധിപനായി. അങ്ങനെ സ്കന്ദൻ അല്ലെങ്കിൽ കാർത്തികേയൻ സ്വർഗത്തെ വളരെയധികം പീഡനങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചിപ്പിച്ചു. ഇത്രയും ധീരനായ പുത്രൻ്റെ അമ്മയായതിനാൽ പാർവതിയെ സ്കന്ദമാത എന്ന് വിളിക്കുന്നു.